അപ്പോൾ UDF ഇത്തവണ ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ തന്നെ അങ്ങേയറ്റം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരാണ്. ആ വക്കീലിനെ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം ഭർത്താവ് എന്നൊരു മോഹമുണ്ട്. ശേഷമാണ് ഫാത്തിമയെ പോലുള്ള ആളുകൾ അതിൽ സ്ഥാനം പിടിച്ചത്. UDF LDF പോരാട്ടമോ ശ്രീധരൻപിള്ള BJPയുടെ ഏറ്റവും കരുത്തനായ നേതാവ് സംഘടനയിലെ നോക്കുമ്പം ഫാത്തിമ തഹ്ലിയാണ്. ഫാത്തിമ തഹ്ലി ഏത് വിഷയം സംസാരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇവിടെ വന്നപ്പോ ഇതുപോലെ അകത്തും പുറത്തും നൽകിയ സ്വീകരണം കണ്ട് എന്നെ കണ്ടു തന്നെ തള്ളിപ്പോയി. അത്രയും ആളുകൾ വന്നിട്ട് എങ്ങനെ ഇറങ്ങാമെന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ അത്രയും ആളുകൾ വന്ന് പിന്തുണ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കണ്ടത് ഈ കൺവെൻഷൻ കണ്ടത് ഈ ഹാളിലാണ്. അത് കഴിഞ്ഞൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഈ ഹാളിലേക്ക് ഒത്തുകൂടിയത് ജോർജേട്ടനോട് സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പേരാമ്പ്രയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ആലോചിച്ച സിനിമയിൽ പറയുന്നത് ഇപ്പോഴും അഭിമാനമാണ്, രോമാഞ്ചമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും. അതുപോലത്തെ റിസൾട്ട് ഏറ്റെടുക്കേണ്ട ഒരു പാതയിലൂടെയാണ് ഞാൻ നടക്കുന്നതെന്ന് വിദൂര സ്വപ്നങ്ങളിൽ പോലും ആ സാധാരണ വീട്ടിലെ പെൺകുട്ടി ചിന്തിച്ചു കാണില്ല എന്നത് ഉറപ്പാണ്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വീട്ടിലെ മൂത്ത പെൺകുട്ടി, നിങ്ങൾക്കറിയാം, ഒരു വീട്ടിലെ മൂത്ത പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ വീട്ടിന്റെ ചുക്കാൻ പിടിക്കുന്ന പെൺകുട്ടിയാണ്. തനിക്ക് ശേഷം വരുന്ന സഹോദരങ്ങളുടെ ഉമ്മ പോലെയുള്ള ഇത്തയാണ്, അമ്മയെ പോലെയുള്ള ചേച്ചിയാണ്. അങ്ങനെ കടന്നു വരുന്ന ഒരു കുട്ടി ഒരു ഗവൺമെന്റ് സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു വരുമ്പോ പഠനത്തോടുള്ള തന്റെ അഭിവാഞ്ച, തന്റെ ഇഷ്ടം, തന്റെ ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ചാണ് ഈ യാത്രയിൽ മുന്നോട്ട് പോകുന്നത്. ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അത് ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കേരളത്തിൽ UDFനെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക